ഇന്ത്യ ഇസ്രായേൽ റിലേഷൻഷിപ്പ് ആവേശകരമായ ക്ലൈമാക്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിക്ക് വളരെ ഊഷ്മളമായ സ്വീകരണമാണ് ഇസ്രായേലിൽ ലഭിച്ചത്. നരേന്ദ്രമോദി വളരെ ഹാർദവുമായിട്ട് ഇസ്രായേൽ പാർലമെന്റായ കെനസറ്റിനെ അഭിസംബോധന ചെയ്തു. സെനറ്റിലെ അംഗങ്ങളെല്ലാവരും വളരെ ആവേശപൂർവ്വമായിട്ട് കൈയടിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ അനുമോദിച്ചു. ഇനി വരാനിരിക്കുന്നത് കരാറുകൾ ഒപ്പിടുന്ന ചടങ്ങുകളാണ്. ഇനി 1-2 ദിവസത്തിനുള്ളിൽ നടക്കുന്നത്. പ്രധാനമായിട്ട് എല്ലാവരും നോക്കുന്നത് പ്രതിരോധ കരാറുകളാണ്. പ്രതിരോധ രംഗത്തുള്ള ഏതെല്ലാം കരാറുകളാണ് ഇനി വരാനിരിക്കുന്നതെന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് പറഞ്ഞു കേൾക്കുന്നത് 3 തരം ഉടമ്പടികൾ ഉണ്ടാകാനായിട്ടാണ് സാധ്യത. ഒന്ന്, അയൺ ഡോമിന്റെ സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ടുള്ള ഒരു കരാറ് റെഡിയാവുന്നുണ്ടെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ സർഫസ് ടു സർഫസ് മിസൈലുകൾ, അതായത് ഒരു വിമാനത്തിൽ നിന്ന് മറ്റൊരു വിമാനത്തിലേക്ക് തുറക്കാൻ കഴിയുന്ന മിസൈലുകളുടെ കരാറുകൾ ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ക്ലൈമാക്സ് എന്ന് പറയപ്പെടുന്നത് 2000 കിലോയോളം ഭാരം വരുന്ന സർഫസ് ടു എയർ മിസൈലുകൾ, എയർ ടു സർഫസ് മിസൈലുകൾ ഇന്ത്യക്ക് തരാമെന്ന് ഇസ്രായേൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡൻ ഹൊറൈസൺ എന്ന് പറയപ്പെടുന്ന മിസൈലാണ് ഇന്ത്യക്ക് നൽകുവാനായിട്ട് തയ്യാറാകുന്നത്. ഇത്തരം വലിയ മിസൈലുകൾ സാധാരണ വിമാനങ്ങളിൽ നിന്ന് നമുക്ക് വിക്ഷേപിക്കാനായിട്ട് പറ്റിയില്ല. ഏതാണ്ടൊരു 95 കിലോമീറ്ററിനെങ്കിലും ശക്തിയുള്ള എഞ്ചിനുള്ള വിമാനങ്ങളിൽ നിന്ന് ഇത് വിക്ഷേപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2000 കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈല് ഈ വിമാനത്തിൽ നിന്ന് വേർപെട്ട് പോകുമ്പോൾ ഒരു വലിയൊരു പുഷിങ് ഈ വിമാനത്തിനുണ്ടാകും. ആ വിമാനത്തിലെ ആ പുഷിങ് കൊണ്ട് വിമാനം തെറിച്ച് അതിൻ്റെ എഞ്ചിൻ തകർന്നു പോകാതിരിക്കാനായിട്ട് അത്രയധികം ശക്തിയുള്ള എഞ്ചിനുള്ള വിമാനങ്ങൾക്ക് മാത്രമേ അത്രയും വലിയ ഭാരമുള്ള മിസൈലുകളെയൊക്കെ തുറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ സുഖോയ്ക്ക് അതിനുള്ള കരുത്തുണ്ട് എന്നാണ് ഇന്ത്യ ഇപ്പോൾ ഉപയോഗിക്കുന്ന സുഖോയ് 30 എന്ന് പറയപ്പെടുന്ന വിമാനത്തിൻ്റെ എഞ്ചിന് അതിനുള്ള കരുത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ വിമാനങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് ഈ മിസൈലുകൾ അതിൽ ഘടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വെല്ലുവിളി. അപ്പോൾ അത് ഇസ്രായേലിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ലോകത്താർക്കെങ്കിലും അങ്ങനെ ഒരു സാങ്കേതികവിദ്യ നമുക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ അത് ഇസ്രായേലിന് മാത്രമാണ്. അപ്പോൾ അതോടുകൂടി നമുക്ക് പാകിസ്ഥാന്റെ എല്ലാ മേഖലകളിലും ആകാശത്ത് നിന്ന് ആക്രമിച്ച് നശിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വലിയ അഡ്വാൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനയുടെ അതിരുകളിലൊക്കെ ഇപ്പോൾ നമുക്ക് ധാരാളം എയർബേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചൈനയുടെ ഏതാണ്ടൊരു പകുതിയോളം ഭാഗങ്ങളിൽ കൂടി ആക്രമണശേഷി നടത്തുവാനായിട്ട് സാധിക്കുന്ന മിസൈലാണ് ഈ ഗോൾഡൻ ഹൊറൈസൺ എന്ന് പറയപ്പെടുന്ന മിസൈൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സാങ്കേതികവിദ്യ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ഒരു പ്രതിരോധ ആവശ്യങ്ങൾ ഒരു 5-6 വർഷത്തേക്കുള്ളതെങ്കിലും നിറവേറ്റപ്പെടുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇസ്രായേൽ റിലേഷൻഷിപ്പ് വളരെ ശക്തമായിട്ട് തന്നെ നിലനിന്ന് പോകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ നമുക്ക് സാങ്കേതിക വിദ്യ രംഗത്തുള്ള എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള നേട്ടങ്ങളും ഇസ്രായേലിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനായിട്ടിടയാകുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തും കാർഷിക രംഗത്തും ഒക്കെ വളരെ വലിയ പുരോഗതിയാണ് ഈ പറയുന്ന ഇസ്രായേലുമായിട്ടുള്ള കൂട്ടുകെട്ടിലൂടെ നമുക്കുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഇസ്രായേൽ റിലേഷൻഷിപ്പിനെ വളരെ വലിയൊരു ഉന്നതമായ തലത്തിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് എല്ലാം സാധിക്കട്ടെ എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. എല്ലാവരുടെയും പോലെ തന്നെ നമ്മുടെ ആഗ്രഹം തന്നെയാണ്. അപ്പോൾ ഇന്ത്യ ഇസ്രായേൽ റിലേഷൻഷിപ്പ് എല്ലാ രംഗങ്ങളിലും ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു തലത്തിലേക്ക് മാറി വരുന്നതിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നു. അതുപോലെ എല്ലാ വിധത്തിലുള്ള അപ്ഗ്രേഡേഷൻസുകളും നമ്മുടെ പ്രതിരോധ രംഗത്തുണ്ടാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം.